പൊന്മാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ. അത് വ്യത്യസ്തമായ തിയേറ്ററുകളിൽ ഇഷ്ടം പോലെ പ്രാവശ്യം ഈ ട്രെയിലർ കണ്ടു. പക്ഷേ ഈ ചിത്രം അപ്പോഴൊന്നും റിലീസായില്ല. കാര്യം എനിക്ക് തോന്നുന്നു ആ സമയത്ത് കൂടുതൽ ചിത്രങ്ങൾ റിലീസ് ഉള്ളത് കൊണ്ട് റിലീസ് മാറ്റിവെച്ചതായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും ചിത്രം ഇന്നാണ് റിലീസായത്. ജ്യോതിഷ് ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമയാണല്ലോ ഈ പൊന്മാൻ എന്ന ചിത്രം. എന്തായാലും സിനിമ കണ്ടിരുന്നപ്പോൾ ഒരു നവാഗത സംവിധായകനാണ് ജ്യോതിഷ് ശങ്കർ എന്ന് സിനിമ കണ്ടിരുന്ന എനിക്ക് തോന്നിയതേയില്ല. കാര്യം അത്രയ്ക്ക് വളരെ ഫ്ലോ ആയിട്ടാണ് സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെയും പോകുന്നത്. ഒരു നിമിഷം പോലും കണ്ടിരിക്കുന്നവർക്ക് ഒരു ബോറടിയായി തോന്നിയിട്ടും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് രീതിയാണ് ഈ ജ്യോതിഷ് ശങ്കർ എന്ന സംവിധായകന്. ബേസിൽ ജോസഫ് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബേസിൽ ജോസഫിൻ്റേതായി കുറേ ചിത്രങ്ങൾ വരികയും അതിൽ പലതും ഹിറ്റാവുകയൊക്കെ ചെയ്തുവെങ്കിലും എനിക്ക് തോന്നുന്നത് ബേസിൽ ജോസഫിൻ്റെ ഈ അഭിനയ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഈ പൊന്മാൻ എന്ന ചിത്രത്തിൽ ചെയ്ത PP അജീഷ് എന്ന കഥാപാത്രം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ ചിത്രത്തിൽ സാധാരണ ബേസിൽ ജോസഫ് ചിത്രത്തിൽ ആക്ഷനൊന്നും അങ്ങനെ വലിയ രീതിയിലുള്ള ആക്ഷനൊന്നും കാണാൻ വഴിയില്ല. അതിനുള്ളിൽ കൂടുതലും ഈ കോമഡിയും എന്തെങ്കിലുമൊക്കെ കുടുംബകാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും ബേസിൽ ജോസഫിൻ്റെ ചിത്രങ്ങൾ. പക്ഷേ ഈ ചിത്രത്തിൽ വളരെ കണ്ടിരിക്കാവുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസാണ്. ഒരു പെർഫോമറായി ബേസിൽ ജോസഫ് ഉയർന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പൊന്മാൻ എന്ന ചിത്രം. ബേസിൽ ജോസഫിനൊപ്പം തന്നെ അഭിനയത്തിൽ മികച്ചു നിൽക്കുന്നു സജിൻ ഗോപുവിൻ്റെ പെർഫോമൻസ്. സജിൻ ഗോപു ആ ചെയ്ത കഥാപാത്രമായ മരിയാനോ എന്ന കഥാപാത്രത്തിന് കറക്റ്റായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ആ കഥാപാത്രം ചെയ്യാനായി സംവിധായകൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ സജിൻ ഗോപുവിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു അഭിനയ തികവൊത്ത ഒരു കഥാപാത്രമാണ് ഈ മരിയാനോ എന്ന കഥാപാത്രം. വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം അത് അഭിനയിക്കുകയും ബേസിൽ ജോസഫും അദ്ദേഹവും തമ്മിൽ ഉള്ള ആ ഒരു കെമിസ്ട്രി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ഒരു സുഖമുള്ള ഒരു അനുഭവമായി തോന്നിയിട്ടുണ്ടാവണം. GR ഇന്ദുഗോപൻ എന്ന നോവലിസ്റ്റ് എഴുതിയ ഒരു കഥയെ, ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പൊന്മാൻ എന്ന ചിത്രം എടുത്തിരിക്കുന്നത്. ഈ സിനിമയിൽ ഈ നോവലിനോട് 100% നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണവും ഒരു സിനിമയുടെ കഥ പറച്ചിൽ രീതിയുമാണ് നമ്മുടെ സംവിധായകനായ ജ്യോതിഷ് ശങ്കർ നിർവഹിച്ചിരിക്കുന്നത്. GR ഇന്ദുഗോപനൊപ്പം ജസ്റ്റിൻ മാത്യുവും കൂടി ചേർന്നാണ് സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ജസ്റ്റിൻ വർഗീസിൻ്റെ സംഗീതമാണ്. ഒരു 3-4 ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. അതിൽ ഒരു ഗാനം പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ KS ചിത്രയാണ്. കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു ഗാനമാണ്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തിനോടടുപ്പിച്ചാണ് ആ പാട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലുടനീളം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു നമ്മൾ കേട്ടുകൊണ്ടിരുന്ന തരത്തിലുള്ള ഒരു സംഗീതമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് ജസ്റ്റിൻ വർഗീസ് ഈ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതമായി ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ജസ്റ്റിൻ വർഗീസ് സംഗീതത്തിൻ്റെ മാസ്മരികത കൊണ്ട് കണ്ടിരിക്കുന്നവരെ മറ്റേതോ ലോകത്ത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള അത്രയ്ക്ക് ബ്ലെൻഡ് ചെയ്ത് വരുന്ന, ചിത്രത്തിനോടൊപ്പം കാണുന്ന വിഷ്വലിൽ അത്രത്തോളം ബ്ലെൻഡായി വരുന്ന തരത്തിലുള്ള ഒരു സംഗീതമായിരുന്നു ജസ്റ്റിൻ വർഗീസിൻ്റെ. എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് ജസ്റ്റിൻ വർഗീസിൻ്റെ ഈ ചിത്രത്തിലെ സംഗീതം. സിനിമയുടെ ഛായാഗ്രാഹകനായ സനു ജോൺ വർഗീസ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്, സിനിമയ്ക്കായി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം നാളെയുടെ ഒരു വാഗ്ദാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സിനിമയിൽ ഒരുപാട് നൈറ്റ് സീക്വൻസുകൾ വരുന്നുണ്ട്. അപ്പോഴൊക്കെ വളരെ ഭംഗിയാർന്ന ദൃശ്യ മികവ് നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്, ഒരു സിനിമാറ്റോഗ്രാഫറുടെ ഒരു ടച്ച് എനിക്ക് സിനിമ കണ്ടിരുന്നപ്പോൾ ഫീൽ ചെയ്തു. പൊന്മാൻ എന്ന സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് കൊല്ലം ജില്ലയെക്കുറിച്ചുള്ള ഒരു ഗാനവും കൂടി അതിനകത്തുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരംകാരായ നമ്മൾക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള പാട്ട് കേൾക്കുമ്പോഴുള്ള നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ പാട്ട് കേൾക്കുമ്പോൾ കൊല്ലംകാർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേകതകളെക്കുറിച്ചും കൊല്ലം ജില്ലയുടെ കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്തെക്കുറിച്ചും കൊല്ലം ജില്ലയിലെ കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു ഗാനമാണ് ടൈറ്റിൽ ട്രാക്കായിട്ട് ഈ ടൈറ്റിൽസ് കാണിക്കുന്ന സമയത്ത് വരുന്നത്. അത് വളരെ മനോഹരമായി തന്നെ ജസ്റ്റിൻ വർഗീസ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ആനന്ദ് മന്മഥൻ ബ്രൂണോ എന്ന ഒരു കഥാപാത്രമാണ് ചെയ്തത്. അദ്ദേഹം വളരെ മനോഹരമായി തന്നെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ ബ്രൂണോ എന്ന കഥാപാത്രം. അതുപോലെ ലിജോ മോൾ ജോസ് ചെയ്ത സ്റ്റെഫി ഗ്രാഫ് എന്ന കഥാപാത്രവും വളരെ ഡീപ്പായിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ ഉള്ള
ഒരു നായികയുടെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ലിജോ മോൾ ജോസിൻ്റെ. അതുപോലെ തന്നെ കുറേ നാളിന് ശേഷമാണ് മുകേഷിൻ്റെ, നമ്മുടെ സിനിമാടൻ മുകേഷിൻ്റെ സഹോദരിയായ സന്ധ്യ രാജേന്ദ്രനെ വീണ്ടും ഞാൻ സ്ക്രീനിൽ കാണുന്നത്. അവർ നായികയുടെ അമ്മയായിട്ടാണ് വരുന്നത്. സ്റ്റെഫി ഗ്രാഫ് എന്ന നായികയുടെ അമ്മയായിട്ടാണ് വരുന്നത്. വീക്കെൻഡിൽ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചേരുവകളെല്ലാം പൊന്മാനിൽ ചേർന്നിട്ടുണ്ട്. ഇതൊരു എൻ്റർടൈനറാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ വലിയ സിനിമയാണ് വിനായക അജിത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ കാണുവാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പൊന്മാൻ എന്ന ചിത്രം ഒരു സക്സസ് ആവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നോവലിൽ GR ഇന്ദുഗോപൻ എഴുതിയ അതേ രീതി നീതി പുലർത്തുന്ന തരത്തിൽ 100% കൃത്യതയോടുകൂടിയാണ് ഈ ചിത്രം ജ്യോതിശങ്കർ ഒരുക്കിയിരിക്കുന്നത്.